വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ലങ്കാപുരിയിൽ പിതാവായ വിശ്രവസിന്റെ അനുവാദത്തോടെ കുബേരൻ സിംഹാസനമേറി. ബ്രഹ്മാവിൽ നിന്നും സമ്പത്തിന്റെ കാരകത്വം എന്ന വരവും നേടിയിരുന്നു കുബേരൻ. അപ്പോഴേക്കും വൈശ്രവണൻ ലങ്കയ്ക്ക് അധിപതിയായതോടെ ലങ്ക ഐശ്വര്യത്തിലും സമൃദ്ധിയിലും കളിയാടി. സർവാരാധ്യനായി യക്ഷരുടെ അധിപതിയായി കുബേരൻ വാണരുളുമ്പോൾ രാവണമാതാവായ കൈകസി കുബേരന്റെ പ്രതാപത്തിൽ അസൂയാലുവായി. പുത്രനായ രാവണനെ വിളിച്ച് ലങ്ക ഏതു വിധേനയും കൈവശപ്പെടുത്തണമെന്ന് ഉപദേശിച്ചു. രാക്ഷസ പ്രജകളെല്ലാം മഹാവിഷ്ണുവിനെ ഭയന്ന് ആ സമയം പാതാളത്തിലും. മാതാവിന്റെ വാക്കുകൾ അക്ഷരം പ്രതി സ്വീകരിച്ചു രാവണൻ. ലോകം കീഴടക്കുവാൻ ശക്തിയും ഭാഗ്യവും ഒരുപോലെ തന്നെ വേണം. അത് ദൈവിക പ്രസാദത്താൽ നേടിയെടുക്കുവാൻ അന്നത്തെ ആളുകൾക്ക് നന്നായി അറിയാമായിരുന്നു. പ്രത്യേകിച്ച് അസുരന്മാർക്കും രാക്ഷസർക്കും. മറ്റു വിഭാഗങ്ങളെ അപേക്ഷിച്ച് മാനസികമായി ശക്തരാണ് ഇക്കൂട്ടർ. സ്വേച്ഛാധിപതികൾ, ആഗ്രഹപൂർത്തീകരണത്തിനു വേണ്ടി ഏതറ്റം വരെ പോകാനും മനോബലമുള്ളവർ. ദയ, അനുകമ്പ, പുണ്യപാപബോധം, സഹജീവികളോട് കരുണ, ഇതൊന്നും അവരുടെ നിഘണ്ടുവിലില്ല. ചുരുക്കത്തിൽ ധർമ്മബോധം എന്നൊന്നില്ല. ഈ പ്രപഞ്ചത്തിൽ സംതൃപ്തമായി ജീവിക്കുന്നതിന് ധർമ്മമാണത്രേ അടിസ്ഥാന ഘടകം. ഈശ്വരനിൽ നിന്നും വന്നിരിക്കുന്ന സൃഷ്ടികളെല്ലാം പരസ്പരം സഹകരിച്ച് ജീവിക്കേണ്ടതായ ഈശ്വരന്റെ തന്നെ നിയമവ്യവസ്ഥയാണ് ധർമ്മം. ആ ധർമ്മം ആചരിക്കാത്തവരും പാലിക്കാത്തതുമായ ജീവനുകൾ താമസം വിന നാശത്തിലേക്ക് തീർച്ചയായും എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ആസുരിക ശക്തികൾ സ്വന്തം കഴിവുകൊണ്ട് എത്രയധികം വരങ്ങൾ നേടിയാലും ലോകം കീഴടക്കിയാലും ഇവരുടെ അവസാനം കുറിക്കുവാൻ ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ: ഈ പ്രപഞ്ചത്തെ എന്നും ഭരിക്കുന്നത് ധർമ്മമാണ്. തന്റെ ജൈത്രയാത്രയ്ക്ക് ആരംഭം കുറിക്കുവാനുള്ള തപസ് തുടങ്ങുന്നതിനായി മാതാവിന്റെ ആശീർവാദത്തോടെ രാവണൻ പുറപ്പെട്ടു. ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുവാനായി പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നും ആരംഭിച്ച തപസ്സിൽ ബ്രഹ്മാവ് എളുപ്പം കൊണ്ടൊന്നും പ്രത്യക്ഷപ്പെട്ടില്ല. 1000 വർഷങ്ങളോളം നീങ്ങി. രാവണന് വൈരാഗ്യം വർദ്ധിച്ചു. തന്റെ 10 ശിരസുകളിൽ ഒന്ന് വെട്ടി അഗ്നിയിൽ ഹോമിച്ചു കൈകസീപുത്രൻ. അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. അങ്ങനെ ആയിരക്കണക്കിന് ആണ്ടുകളിൽ ഓരോ ശിരസായി വെട്ടി 9 ശിരസും രാവണൻ അഗ്നിയിൽ ഹോമിച്ചു. എന്നിട്ടും രക്ഷയില്ല. അവസാനം 10ാമത്തെ ശിരസർക്കുവാൻ മുതിർന്നപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷനായി. ഇഷ്ടവരങ്ങൾ വരിച്ചുകൊള്ളുവാൻ ബ്രഹ്മദേവൻ കൽപ്പിച്ചു. അമരത്വമാണ് രാവണൻ ആദ്യം ആവശ്യപ്പെട്ടത്. അതേതായാലും നൽകാൻ നിർവാഹമില്ലെന്ന് ബ്രഹ്മദേവൻ. അല്പസമയം ആലോചിച്ച ശേഷം തനിക്ക് മനുഷ്യരിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും മരണമുണ്ടാകരുത് എന്ന് രാവണൻ. ബ്രഹ്മാവ് അതിനെ അനുവദിക്കുകയും ചെയ്തു. തന്റെ ശക്തിയിലുള്ള അമിത ആത്മവിശ്വാസം കൊണ്ടോ എന്തോ മനുഷ്യരെ നിസ്സാരമായി കണ്ടു ദശാനനൻ. വരം നൽകുക മാത്രമല്ല, അഗ്നിയിൽ ഹോമിച്ച രാവണന്റെ 9 ശിരസുകളും നാൻമുഖൻ തിരികെ നൽകി. ദശഗ്രീവൻ വരം നേടി അജയ്യനായി. രാവണന്റെ മറ്റൊരു നാമമാണ് ദശഗ്രീവൻ. മാതാവിന്റെ ആജ്ഞ പോലെ തന്നെ രാവണൻ സഹോദരങ്ങളോടും സൈന്യത്തോടുമൊപ്പം ലങ്കാപുരിയിലെത്തി. അർദ്ധ സഹോദരനായ കുബേരനെ വെല്ലുവിളിച്ചു. രാവണനോട് ഏറ്റുമുട്ടാൻ തന്നെ കൊണ്ടാവില്ല എന്ന് കുബേരൻ തിരിച്ചറിഞ്ഞു. രാവണന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. നിഷ്കരുണം കുബേരനെ ലങ്കയിൽ നിന്നും പുറത്താക്കിയ അയാൾ ഒപ്പം പുഷ്പക വിമാനവും കൈവശപ്പെടുത്തി. ഹൃദയവേദനയോടെ കുബേരൻ രാവണനെ ഇങ്ങനെ ശപിച്ചു: ഇതൊരിക്കലും നിന്റെ വാഹനമായി നിലനിൽക്കില്ല. നിന്നെ കൊല്ലുന്നവന്റെ വാഹനമായി തീരും. രാവണൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. മഹാവിഷ്ണുവിനെ ഭയന്ന് പാതാളത്തിൽ ഒളിച്ചിരുന്ന രാക്ഷസരെ മുഴുവൻ തിരികെ കൊണ്ടുവന്ന് സഹോദരന്മാരോടൊപ്പം സുവർണ നഗരിയായ ലങ്കാപുരിയിൽ രാജാവായി വാഴുവാൻ ആരംഭിച്ചു. രാജ്യവും അധികാരവും നഷ്ടപ്പെട്ട കുബേരൻ യക്ഷഗന്ധർവ കിന്നരന്മാരോടുകൂടി വടക്കേ ദിക്കിലേക്ക് പലായനം ചെയ്തു. ശിവഭഗവാനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി നഷ്ടപ്പെട്ട പ്രതാപമെല്ലാം കുബേരൻ വീണ്ടെടുത്തു. കൈലാസത്തിനു സമീപത്ത് അതിവിശേഷമായൊരു നഗരമുണ്ടാക്കി യക്ഷന്മാരോടുകൂടി അവിടെ വാഴുവാനും തുടങ്ങി. കുബേരസഭയ്ക്ക് 100 യോജന നീളവും 70 യോജന വീതിയുമുണ്ട്. ചന്ദ്രപ്രഭയോടുകൂടി മതിൽക്കെട്ടുകൾ ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്നു. ദിവ്യഗന്ധത്തോടുകൂടിയ പൊന്മേടകൾ നാനാഭാഗത്തും ഉയർന്നു കാണാം. അവയുടെ മധ്യത്തിൽ അസാമാന്യമായ പ്രഭ ചിതറി നിൽക്കുന്ന മണിമന്ദിരത്തിൽ കുബേരൻ സർവാഭരണ വിഭൂഷിതനായി ഭൃത്യന്മാരാൽ സേവിക്കപ്പെടുന്നു. കൽപ്പവൃക്ഷത്തിൽ നിന്നും പരിമളം പരത്തിക്കൊണ്ട് മാരുതദേവൻ കുബേരനെ സേവിക്കുന്നു. ഈ വിശേഷപ്പെട്ട നഗരത്തിന്റെ പേര് അളകാപുരി എന്നാണ്.
കൈലാസനാഥനാൽ അനുഗ്രഹീതനായി കുബേരൻ യക്ഷന്മാരുടെ രാജാവായി അളകാപുരിയുടെ നാഥനായി വാഴുവാൻ തുടങ്ങി. കാലം പോകവേ കുബേരനും രാവണനുമായി വീണ്ടും യുദ്ധം നടന്നു. അതിനു കാരണമായ സാഹചര്യം ഇങ്ങനെയാണ്. ബ്രഹ്മാവിൽ നിന്നും വരവും നേടി രാവണൻ തന്റെ പരാക്രമവും ശക്തിയും ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിക്കുവാൻ തുടങ്ങി. അയാൾ സർവചരാചരങ്ങളുടെയും ശത്രുവായി തീർന്നു. രാവണന്റെ അക്രമങ്ങൾ സഹിക്കുവാൻ നിവൃത്തിയില്ലാതെ ദേവന്മാരും ഋഷിമാരും ബ്രാഹ്മണരും ഒത്തുചേർന്ന് സങ്കട നിവൃത്തിക്ക് വേണ്ടി മഹാവിഷ്ണുവിനെ സമീപിക്കുവാൻ തീരുമാനിച്ചു. ഈ വിവരം രഹസ്യമായി അറിഞ്ഞു കുബേരൻ. ലങ്കയിൽ നിന്നും തന്നെ ആട്ടിപ്പായിച്ചെങ്കിലും കുബേരന് രാവണനോട് അപ്പോഴും സഹോദര സ്നേഹം നിലനിന്നിരുന്നു. ആയതിനാൽ താൻ അറിഞ്ഞ കാര്യം ഒരു ദൂതനെ വിട്ട് രാവണനെ അറിയിച്ചു കുബേരൻ. ദേവകളും ബ്രാഹ്മണരും ഋഷിമാരും രാവണനെതിരായി മഹാവിഷ്ണുവുമായി ഗൂഢാലോചന നടത്തുന്നു എന്നും അതിനാൽ രാവണൻ കുറെ കൂടി ധർമ്മിഷ്ഠനായി ജീവിക്കണമെന്നായിരുന്നു ദൂതൻ വഴി കുബേരൻ അയച്ച സന്ദേശം. പക്ഷേ കുബേരന്റെ സഹോദര സ്നേഹമോ ഉദ്ദേശശുദ്ധിയോ മനസ്സിലാക്കുവാനുള്ള നിർമ്മലത രാവണന്റെ മനസ്സിനുണ്ടായിരുന്നില്ല. ദൂതൻ സന്ദേശം അറിയിച്ച വഴി രാവണൻ കോപിഷ്ഠനായി. പിന്നെ ചെയ്തത് ഒരിക്കലും മാപ്പ് നൽകാനാകാത്ത പ്രവൃത്തിയാണ്. കുപിതനായ രാവണൻ ചാടി എഴുന്നേറ്റ് ദൂതനെ വെട്ടി കഷ്ണം കഷ്ണമാക്കി മുറിച്ചു. പോരാത്തതിന് ആ കഷ്ണങ്ങൾ രാക്ഷസന്മാർക്ക് ആഹാരമായി കൊടുക്കുകയും ചെയ്തു. ആ പ്രശ്നം അതുകൊണ്ടൊന്നും തീർന്നില്ല. തുടർന്നും ദേഷ്യമടങ്ങാനാകാതെ കുബേരനും ദേവന്മാർക്കുമെതിരായി രാവണൻ പടയൊരുക്കം തുടങ്ങി. ആദ്യം കുബേരനെ തന്നെ ആക്രമിക്കാമെന്ന് ദശാനനൻ തീരുമാനിച്ചു. സഹോദരന്മാരോടൊപ്പം രാക്ഷസപ്പടയുമായി രാവണൻ അളകാപുരിയിലേക്ക് യാത്ര തിരിച്ചു. 100,000 രാക്ഷസ പെരുമ്പട യുദ്ധസന്നദ്ധമായി അളകാപുരി ലക്ഷ്യമാക്കി നീങ്ങി. അതിഭയങ്കരമായ യുദ്ധം തുടങ്ങി. അളകാപുരിയിലെ മണിചരൻ എന്ന യക്ഷവീരൻ തന്റെ പടയോടുകൂടി നിരവധി രാക്ഷസന്മാരെ വധിച്ചു. തിരിച്ച് ആയിരക്കണക്കിന് യക്ഷന്മാരെ രാക്ഷസപ്പട കൊന്നുതള്ളി. പക്ഷേ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മണിചരൻ അവർക്കൊരു വെല്ലുവിളിയായി തീർന്നു. ദശാനനന്റെ ക്ഷമ പരിധി വിട്ടു. രാവണൻ മണിചരന്റെ നേർക്ക് 3 വേലുകൾ വലിച്ചെറിഞ്ഞു. അതുകൊണ്ടൊന്നും മണിചരന് ഒരു കുലുക്കവും ഉണ്ടായില്ല. തന്റെ ആക്രമണത്തിൽ എതിരാളിക്ക് തെല്ല് പോലും ക്ഷീണമില്ലെന്ന് കണ്ട് രാവണൻ ഗദയെടുത്ത് അയാളുടെ ശിരസിൽ അടിച്ചു. അതോടുകൂടി പാർശ്വമൗലി എന്ന പേര് മണിചരന് ലഭിക്കുകയുണ്ടായി. അളകാപുരിയുടെ ദ്വാരപാലകനായ സൂര്യഭാനു ഈ കാഴ്ച കണ്ട് രാവണന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. പക്ഷേ രാവണൻ അയാളെ നിഷ്പ്രയാസം വധിച്ചു. അളകാപുരിയുടെ പ്രതിരോധ നിര തകർന്നു. അതോടെ കുബേര രാവണന്മാർ തമ്മിൽ ഏറ്റുമുട്ടി. യുദ്ധം രൂക്ഷമായി. രാവണന്റെ അത്യുഗ്രമായ ആക്രമണത്തിൽ കുബേരൻ ബോധരഹിതനായി നിലം പതിച്ചു. എങ്കിലും പെട്ടെന്ന് തന്നെ കുബേരനെ അനുചരന്മാർ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി. ദശഗ്രീവൻ യുദ്ധം വിജയിച്ചു. അയാൾ അളകാപുരിയിലെ കൊട്ടാരത്തിൽ കടന്ന് വിലമതിക്കാനാവാത്ത സമ്പത്ത് കൊള്ളയടിച്ചു. ശേഷിച്ച സൈന്യത്തോടൊപ്പം ലങ്കയിലേക്ക് തിരികെ പോവുകയും ചെയ്തു. ഭദ്ര എന്നാണ് കുബേരന്റെ പത്നിയുടെ പേര്. കുബേരന്റെ പത്നിയായതിനാൽ കുബേരി എന്നും അവർ സംബോധന ചെയ്യപ്പെടുന്നു. അവർക്ക് നളകൂബരൻ, മണിഗ്രീവൻ, മയൂരാജൻ, മീനാക്ഷി എന്നിങ്ങനെ 4 സന്താനങ്ങളുമുണ്ട്. ഇവരിൽ നളകൂബരനും മണിഗ്രീവനും ഒരിക്കൽ നാരദ മഹർഷിയാൽ ശാപഗ്രസ്തരായി. ഗംഗാതടത്തിൽ വെച്ച് ഇവർ ദേവാംഗനകളുമായി സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവർ നഗ്നരായി ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കവേ നാരദ മഹർഷി ആ വഴിക്ക് വന്നു. മഹർഷിയെ കണ്ടയുടനെ ദേവാംഗനകൾ വസ്ത്രങ്ങൾ ധരിച്ച് വിനയത്തോടുകൂടി മാറി നിന്നു. പക്ഷേ നളകൂബരനും മണിഗ്രീവനും മഹർഷിയെ ശ്രദ്ധിച്ചേയില്ല. ഒരു ബഹുമാനവുമില്ലാതെ നഗ്നരായി വെള്ളത്തിൽ മതിച്ചു നടക്കുന്ന അവരെ നാരദൻ ശപിച്ചു. 2 മരുതുവൃക്ഷങ്ങളായി ഭൂമിയിൽ പോയി ജനിക്കട്ടെ എന്ന ശാപം ഒരാവശ്യവുമില്ലാതെ വാങ്ങിക്കൂട്ടി കുബേരപുത്രന്മാർ. അഹങ്കാരത്തിന് മാപ്പിരുന്ന് ശാപമോക്ഷം യാചിച്ചു അവർ. ദ്വാപരയുഗത്തിൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതരിക്കുമെന്നും അദ്ദേഹത്തിലൂടെ അവർക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും നാരദ മഹർഷി അരുളി. അതനുസരിച്ച് നളകൂബരന്മാർ ഇരട്ട മരുതുകളായി അമ്പാടി എന്ന സ്ഥലത്ത് ജനിച്ചു. ദ്വാപരയുഗം എത്തിയപ്പോൾ ആ വൃക്ഷങ്ങൾ നന്ദഗോപരുടെ ഭവനത്തിന്റെ സമീപമാണ് നിന്നിരുന്നത്. അമ്പാടിയിൽ ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലം. നന്ദഗോപരുടെ പത്നിയായ യശോദ കുഞ്ഞുകൃഷ്ണന്റെ വികൃതികൾ സഹിക്കവയ്യാതെ ഒരു ദിവസം ഉരലിൽ പിടിച്ച് കെട്ടിയിട്ടു. എന്നാൽ അതുകൊണ്ടൊന്നും ആ പരമാത്മാവിന്റെ കുസൃതി അടങ്ങിയില്ല. തന്നെ കെട്ടിയിട്ട ഉരലും വലിച്ചുകൊണ്ട് ദേവകീപുത്രൻ ഇഴയാൻ തുടങ്ങി.
ഒന്നായി നിൽക്കുന്ന ഇരട്ട നീർമരുത് വൃക്ഷങ്ങളുടെ ഇടയിലൂടെ കണ്ണൻ കടന്നുപോയെങ്കിലും പുറകിലുള്ള ഉരൽ മരങ്ങളിൽ തടഞ്ഞു. തനിക്ക് മുൻപോട്ട് പോകാൻ പറ്റാതെ വന്നപ്പോൾ ആഞ്ഞു വലിച്ചു കുഞ്ഞുകൃഷ്ണൻ. ശാപമോക്ഷത്തിനായി കാത്തു നിൽക്കുന്ന 2 ജീവനുകൾ. ശാപം തീരാൻ കൽപ്പിച്ചിരിക്കുന്ന സമയം. ശാപമോക്ഷം നൽകാൻ വിധിക്കപ്പെട്ട ആൾ. എല്ലാം കൂടി ഒത്തുവന്നു. ആ മരങ്ങൾ മറിഞ്ഞു വീണു. ആ സ്ഥാനത്ത് കുബേരപുത്രന്മാരായ നളകൂബരനും മണിഗ്രീവനും. ഭഗവാനെ വണങ്ങിയ ശേഷം അവർ അളകാപുരിയിലേക്ക് മടങ്ങി.